ആരൊക്കെ പോണു? ആര് പോയി? ഇതോ പെണ്ണ് മോനെ നോക്കിയിരിക്കുന്നു. പെണ്ണല്ല, പെണ്ണുങ്ങൾ 40-45 വയസ്സുള്ള ആരും കണ്ണ് കാണില്ല ബൈസായി തോന്നുന്നു. ഹായ്, ഫോണായി പോയി. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ബാക്കി പറ. ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം വേഗം പാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പൊട്ടും വെച്ച് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിട്ട് ഇവിടുത്തെ പോയിന്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമയം വേണമെങ്കിൽ കാണിച്ചിട്ട് 1:36 ഉച്ചക്ക് 1:36 ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പാവം ഞാൻ വിളിച്ച് കഷ്ടപ്പെടുത്തി അല്ലേടാ തക്കു? ആക്ച്വലി ബാക്കി നിന്റെ സ്കോർ ചെയ്തല്ലേ അവിടെ? ഞാൻ 5 മണിക്ക് എണീച്ചു. എന്നിട്ട് സാധാരണ മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടിട്ടാണ് എണീറ്റത്. പക്ഷെ ഇന്ന് പോവാൻ പറ്റിയില്ല. മോർണിംഗ് വാക്കിൽ സാധാരണ മോർണിംഗ് വാക്കിൽ ലാസ്റ്റ് ചെയ്തപ്പായിരുന്നു. ഇതൊക്കെ എന്തിനാണ് പറയണേ? വിട്, കട്ടില്ല. ആക്ച്വലി ഇവളും അനിയനും കൂടി അപ്പവും കൂടി രണ്ടാളും മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ആദ്യം ഞാൻ പോകില്ല, ഞാൻ ഉള്ളത് പറയുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇവരെല്ലാം കൂടി ജോഗിങ് എല്ലാം പോവും, വാക്കിംഗ് എല്ലാം പോവും. പിന്നെ കുറച്ച് വർക്കിന്റെയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ കുറേ ഇഷ്യൂസ് വന്ന് നമ്മളല്ല ഇവരുടെ ആ പരിപാടികൾ ബ്രേക്ക് ആയി. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പൊ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഫിക്സ് ചെയ്തു. ഇന്നലെ രാത്രി നല്ല പാസ്ത മക്രോണി, ഒരു ചെമ്പ് കണക്കിന് മക്രോണിയും ചിക്കൻ മാക്രോൺസ് ആൻഡ് പിന്നെ അൽഫാം പിന്നെ എപ്പോഴും അൽഫാമും പിന്നെ വേറെ എന്തൊക്കെയോ ചിക്കൻ ലിവറും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പാർട്സ് എന്തൊക്കെയോ സാധനങ്ങൾ കൂട്ടി കുഴച്ച് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. എല്ലാവരും കുമ്മ നടിച്ചു. അപ്പവും ചിക്കൻ മാക്രോൺസ് അൽഫാം അപ്പവും അല്ലേ? അപ്പം ഇവര് രണ്ടാളും ഇത് ചെയ്തതുകൊണ്ട് നല്ലോണം അടിച്ച്. ഞാനൊരു 12 മണിക്ക് ഞാൻ വന്നിട്ട് 12:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങി. അതിന് മുന്നേ ഇവരെല്ലാം ഉറങ്ങി വീണു. രാവിലെ വയറിറച്ച് ഫുഡ് കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. നമ്മൾ ഫിക്സ് ചെയ്തു നാളെ മുതൽ ഡയറ്റ്, ഷുഗർ കട്ട്, എല്ലാ തേങ്ങ കൊലിയും. രാവിലെ ഞാൻ കാണുന്നത് ഫോൺ വിളിച്ചിട്ട് അമ്മ റെഡിയാകുന്നതൊന്നും ഞാൻ അറിയൊന്നുമില്ല. അമ്മ രാവിലെ എണീച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് അപ്പനെ വിളിച്ചിട്ടാണ് അവിടെ വാട ഓടാൻ പോകല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അപ്പ് പറഞ്ഞു അല്ല ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്ത്. അല്ലെങ്കിൽ സാധാരണ ഇവൻ മുകളിൽ നമ്മൾ താഴെയാണ്. അപ്പം ഇവൻ മുകളിലത്തെ റൂമിൽ നിന്ന് വരുന്ന കാണുന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ നമ്മൾ വരാത്തെ. എണീക്കുന്ന സൗണ്ട് ഇവൻ എണീക്കുമ്പോ ചിലപ്പോ കട്ടിലിന്റെ ചെറിയ സൗണ്ട് എനിക്ക് കേൾക്കും. ഇവൻ എന്താ പറയാ നമ്മള് നേരെ മുകളിലത്തെ റൂമാ. അപ്പൊ ഞാൻ എന്തോ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവൻ എണീറ്റത്. അപ്പൊ ഞാൻ ഇവന് കറക്റ്റ് ടൈമാണല്ലോ എണീറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായി, ലാസ്റ്റ് അരമണിക്കൂർ ഇവനെ കാണുന്നില്ല. ലാസ്റ്റ് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാടാ വരുന്നില്ലേ നീ, ഞാൻ റെഡിയായി പറഞ്ഞപ്പോ ചേച്ചി ഇന്ന് നല്ല ഉറക്ക്, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ആരായി, ഞാൻ പോയി ഫ്രഷായി ഫുള്ള് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് മുടിയും കെട്ടി ഇങ്ങനെ ഇല്ല ഷൂ പുറത്തിരിക്കണം കുറച്ചു നേരം. അപ്പം ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങി, പിന്നെ എഴുന്നേറ്റു, വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു. 7 മണി 7:30 ആയപ്പോ എണീറ്റു. 6 മണിക്ക് ഉറങ്ങിയിട്ടേ. പിന്നെ ഞാൻ ഇതിന്റെ റിഗ്രറ്റ് ആയിരുന്നു, അയ്യോ പോവാൻ പറ്റിയില്ലല്ലോ എന്ന് ഏട്ടനോട് പറഞ്ഞു ലാസ്റ്റ് ഏട്ടൻ എന്നെ അടുത്ത് എനിക്ക് പോണയാണ് ഉറങ്ങിക്കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് 5:30 സമയത്ത് ഏട്ടാ ഓടാൻ പോകുന്നില്ല ഏട്ടാ. ഞാൻ ഓൻ പറ്റിച്ച് ഞാൻ കുഴപ്പമില്ല നീ കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പല്ലി വെച്ചു ഏട്ടാ. ഉറങ്ങിക്കോ, പ്രശ്നമില്ല, ഉറങ്ങ്. എന്നാലും ഓടാൻ പോകാൻ പറ്റില്ല. ഞാൻ എണീറ്റ് പോയാണ്. ഏട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു നീ എനിക്ക് പോയിട്ടാണ്. അപ്പാടങ്ങ് വിഷമായി. അപ്പാട് ഞാൻ കുമ്പിട്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഉറങ്ങി ഒരു 7 മണി 1 മണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ്. പിന്നെ നോക്കുമ്പോ എനിക്ക് കണ്ണും ഓർക്കാൻ പറ്റുന്നില്ല. ചിലപ്പം ഗ്യാപ്പിൽ എണീറ്റോണ്ടായിരിക്കും. ഇതന്നെ കൊറേ സമയമായി തോന്നുന്നു. വിഷയത്തിലേക്ക് വന്നില്ല. ഒരു മിനിറ്റ് ഇത് പറഞ്ഞു തീർക്കട്ടെ. അപ്പം അങ്ങനെ നേരത്തെ എണീറ്റോണ്ട് അമ്മ പോയി, അച്ഛൻ പോയി, അപ്പു കോളേജിൽ പോയി, എല്ലാരും പോയി. ഞാനും ഏട്ടനും മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഏട്ടനും ഇപ്പൊ പോവും. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ കുറച്ചേരം കിടക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പോയി കിടന്നു. ഇങ്ങനെ പക്ഷെ ഉറങ്ങിയിട്ടില്ല ഞാൻ.
ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ വേറെന്തോ കൊണ്ടേട്ടം വന്ന്. അതും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ വന്നപ്പോ പിന്നെ എന്തെങ്കിലും വ്ളോഗും കൊണ്ടുവന്നു. ഇനി ഞാൻ എപ്പോ ഇങ്ങനെ പോകും. ആക്ച്വലി നമ്മൾ ഭയങ്കര മടിയന്മാരാ. നമ്മളിങ്ങനെ എത്ര കാലം ഒരു വ്ളോഗ് ഇട്ട് എനിക്കെന്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത. ഞാനല്ല വ്ളോഗ് ഇടാത്തെ, ഞാൻ എല്ലാ വ്ളോഗും എടുക്കും. എല്ലാ പകുതി വരെ ഞാൻ എടുക്കും, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വ്ളോഗ് ഇല്ല. ഇനി അങ്ങോട്ട് വരുന്ന വ്ളോഗ് നോക്കി ഒന്നും തുടക്കം അവസാനം ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ തുടക്കം ഉണ്ടാവും, അവസാനം ഒന്നും തുടക്കം ഉണ്ടാവും. അവസാനം എന്തായാലും ഉണ്ടാവില്ല, 100% അവസാനം ഉണ്ടാവില്ല. മടുത്ത് മറ്റേ മതി എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. സംഭവം കം ടു ദ പോയിന്റ്. നമ്മളിപ്പോ വന്നെന്തിനാന്ന് വെച്ചാല് നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് ഇവന്റിന്റെ ഒരു പരിപാടി. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും, അല്ല യൂട്യൂബിലുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം യൂട്യൂബിലും കൂടെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വ്ളോഗ് ആയിട്ട് എടുക്കുന്നത്. പ്ലസ് നമുക്ക് കിട്ടിയ കുറെ കമന്റ്സ്, കുറെ മെസ്സേജസ്, നമ്മൾ പരിചയമുള്ള കുറച്ച് ആൾക്കാർ സംസാരിച്ച് കുറച്ച് റിയാക്ഷൻസ്. അപ്പൊ നമ്മളടുത്ത് ചോദിക്കാത്ത, ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് സോർട്ടഡ് ആക്കി വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അവർ ന്യൂ സ്റ്റാർട്ടപ്പ് എന്താണ്, എങ്ങനെയാണ്? ന്യൂ സ്റ്റാർട്ടപ്പ് എന്താണ് ക്ലിയർ ചെയ്യൂ. ന്യൂ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മു ആക്ച്വലി കുറേ കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത കാരണം ഞാൻ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പോയിന്റ് വന്ന സമയത്ത് അമ്മുവിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് കാരണം എനിക്ക് മനസ്സിലായി ആക്ച്വലി ഇത് നല്ലൊരു പ്രൊഫഷനാണെന്നുള്ളതും അതിൻ്റെ അകത്ത് കുറേ റെസ്പെക്റ്റഡ് ആയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ലേറ്റായി. അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കൂട്ടുകാരാണ്. സമ്പാദിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരാണ്. അപ്പം അങ്ങനത്തെ കുറേ കൂട്ടുകാരുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചു, ഒരു ഇവന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതിൻ്റെ കമ്പനിക്ക് നമ്മൾ ഇട്ട പേര് വധു എന്നാണ്. വധു എന്ന് പേരിടാൻ വേണ്ടിയിട്ടൊരു റീസൺ ഉണ്ട്. എൻ്റെ അച്ഛനോട് ചോദിച്ചു, അപ്പോൾ വരനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി ഈ കമ്പനിയിൽ വരേണ്ടതൊന്നും ഇല്ല. റീസൺ വധുവിന് വേണ്ടിയിട്ടുള്ളതാ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കല്യാണത്തിന് ഓഫ് കോഴ്സ് ഒരു കുടുംബത്തിലെ മൂത്താൻകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഓർഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അമ്മ ഒരു സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് സിബ്ലിങ്സ് ഒന്നും ഇല്ല. എനിക്ക് വേറെ സിബ്ലിങ്സ് ആരുമില്ല. അതുകൊണ്ട് എന്റെ വെഡിങ്ങിന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നും എന്നെ പോലത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വധു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേരിടാൻ കാരണം വധുവിനായിരിക്കും കുറച്ചും കൂടി എന്താ പറയാ എഫേർട്ട്. അല്ലെങ്കിൽ വധു എല്ലാരും ആണെന്നല്ല, ഇപ്പൊ സിബ്ലിങ്സ് ഉള്ളവർക്ക്, കസിൻസ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിരിക്കും. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പർ ആയിരുന്നില്ല. ബിക്കോസ് എന്റെ കല്യാണത്തിന് ഓടാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ സൗദിയിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ വരുന്നത് തന്നെ ഒരു 3-4 ദിവസം മുന്നേ അങ്ങനെ അച്ഛൻ വരുന്ന കല്യാണത്തിന്റെ. അപ്പം അത് അച്ഛൻ വരുമ്പോഴേക്കും എനിക്കെല്ലാം റെഡിയാക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഞാനല്ലേ ഉള്ളൂ, റെസ്പോൺസിബിലിറ്റി. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് നമ്മൾ ട്രീറ്റഡ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓക്കെ മൂടാ. കുറെ ആൾക്കാർക്ക്, എല്ലാവരും ഒന്നും അറിയുന്നില്ല, കുറെ ആൾക്കാർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിലും ഫൈൻ, നമ്മൾ ആ ഒരു മൂഡിൽ നമ്മളങ്ങനെ പോകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാർക്കും ഞാൻ കണ്ടെടുത്തോളം അവരെ ഭയങ്കര പ്രിൻസസ് ആയി ട്രീറ്റ് ചെയ്യുന്ന ഒരു ദിവസം അവരെ മാരേജ്. എനിക്ക് അങ്ങനെ ഒരു സാധനമേ കിട്ടിയിട്ടില്ല. കല്യാണത്തിന്റെ തലേന്ന് പ്രോഗ്രാം ഉണ്ട്, ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ മൂഡിലാണ് നമ്മൾ നിന്നത്. പക്ഷെ നമ്മൾ ഒരു 6 മണി അങ്ങനെ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈം വരെ, അതായത് തലേന്ന് ഡ്രസ്സ് ഇട്ട് ഞാൻ ബ്രൈഡായിട്ട് നിൽക്കുകയത്, ആ നിൽക്കുന്ന സമയം വരെ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ആ ഒരു ഇഷ്യൂ ഇപ്പം സെയിം ആസ് എൻ്റെ അവസ്ഥയും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയായിരുന്നു. ഒരു 2 മണിക്കൊന്നും തുടങ്ങി, 4 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ രാവിലെ എണീറ്റ് ഒരു ഷർട്ടും മുണ്ടും എടുത്തു, ഫോട്ടോ എടുത്തു, കുളിച്ചങ്ങിറങ്ങി. വേറെ ഒന്നും എനിക്കും ഗ്യാപ്പ് ടൈമൊന്നുമില്ല. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടൊന്നായിരുന്നില്ല. നമ്മളൊരു യൂഷ്വൽ തിങ്സ് എന്നുള്ളൊരു മീറ്ററിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു അല്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു കോൺസെപ്റ്റില് അമ്മ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞത് വരവേൽപ്പ് നിയമം എല്ലാം പൊളിഞ്ഞ വളകാപ്പ് നടക്കുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഗംഭീരമായിട്ട് നടത്തി തരണം. ബഡ്ജറ്റിൽ നിന്നല്ല, പക്ഷെ നല്ല രീതിയിൽ ട്രീറ്റഡ് ആവണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായി. ട്രീറ്റഡ് മാത്രമേ അത്രയും നല്ല രീതിയിൽ എന്നെ നോക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് വെഡിങ്ങിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ഭയങ്കര ജനുവനായ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടി എൻറ്റയർലി ഫോർ വധു ഡെഡിക്കേറ്റ് ചെയ്യാം.
കംപ്ലീറ്റ് പരിപാടീസ്. ആക്ച്വലി അതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ വണ്ടീൻ്റെ നോയ്സ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ബ്രൈഡൽ ബൈ അപർണ എന്ന് പറഞ്ഞിട്ട് മേക്കപ്സ് ഉണ്ട്. ത്രൂ ഔട്ട് എൻഗേജ്മെന്റ് ബ്രൈഡ്സ് ബൈ അപർണ വധു എന്ന് പറഞ്ഞിട്ട് ബ്രൈഡ്സ് ബൈ അപർണ എന്ന് പറഞ്ഞിട്ട് കണ്ടോ? നീ കണ്ട? അങ്ങ് കണ്ടോ? ആവശ്യമുള്ളവർ കണ്ടോട്ടെ, ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ. അത് നമ്മളിപ്പോ പേജിന്റെ പേര് വധു ബ്രൈഡ്സ് ബൈ അപർണ എന്ന് പറഞ്ഞിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇപ്പം ഓൾറെഡി ഒരു വെഡിങ് എന്റേത് കഴിഞ്ഞു. ഇനിയിപ്പം ഓരോ കഴിഞ്ഞു. അതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വെഡിങ് വർക്ക് ഒരെണ്ണം കഴിഞ്ഞു. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ വർക്ക് ഒന്ന് കഴിഞ്ഞു. പിന്നെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പൊ നിങ്ങൾ പേജ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ എന്റെ ഫോട്ടോഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസും പിന്നെ ആ ഒരു ബ്രൈഡിന്റെ ഞാൻ പോസ്റ്റ് ചെയ്യണം അത്ര. അത് മാത്രമേ ഉള്ളൂ വർക്കിൻ്റെത്. അപ്പൊ അതിനകത്ത് ത്രൂ ഔട്ട് ഫോർ ലേഡീസ് എല്ലാ മേക്കപ്പും നമ്മളുണ്ടാവും. അത് അമ്മ മാത്രമല്ല, അമ്മുവിന്റെ അസോസിയേറ്റ്സ് ഉണ്ടാവും, ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സും ടീം മെമ്പേഴ്സും ഉണ്ടാവും. അപ്പം അത് എന്ന് വെച്ച് വലിയ ബഡ്ജറ്റീവും പരിപാടികളൊന്നുമല്ല. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബഡ്ജറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ആ പേജിൽ DM ചെയ്താൽ മതി. അതൊക്കെ ചോദ്യങ്ങളുണ്ട്. അത് ത്രൂ ഞാൻ ടീം ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ടീം വരുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ ചെറിയ നമ്മളൊരു ആവശ്യമുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ തരത്തിലും എൻഗേജ്മെന്റ്, വെഡിങ്, പ്രീ വെഡിങ്, ഹൽദി, അങ്ങനത്തെ ഇവന്റ്സ് കാര്യങ്ങളെല്ലാം, റിസപ്ഷൻസ്, ഇനി എന്തെങ്കിലും 7 month സെറമണി, മേക്കപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതിനൊക്കെ നമ്മളുണ്ടാവും. അതാണ് ബ്രൈഡ്സ് ബൈ അപർണയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഉള്ളത് നമ്മൾ ഇവന്റ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളിപ്പം ഡെക്കോർ, ക്യാമറ ടീംസ്, ഡിറക്ഷൻ, കോൺസെപ്റ്റ് വൈസ് ഡിറക്ഷൻ വേണമെങ്കിൽ അതുണ്ടാവും. ആഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ചെയ്യണമെങ്കിൽ അതുണ്ടാവും. എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, ആഡ് ഇൻ ദ സെൻസ് നമുക്ക് വീഡിയോ ഷൂട്ടിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഫുഡ്, ട്രാവല്, അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റിൽ ഉൾപ്പെടുന്ന എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അതും ഉണ്ട്. എന്ത് വേണം, ബസ്, ട്രാവൽ കാര്യങ്ങളുണ്ടാവും. ഒരു ഇവന്റിന് വേണ്ടുന്ന A to Z കാര്യങ്ങൾ നമ്മൾ സോഴ്സ് ചെയ്യും. ഓൾമോസ്റ്റ് ആ കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ കമ്മീഷനും എടുക്കുന്നതായിരിക്കില്ല. നമ്മളിപ്പം ബ്രൈഡ്സ് ബൈ അപർണ നമ്മുടെ വർക്ക് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്കൊക്കെ വർക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്, ഇതൊരു ടീമാണ്, അങ്ങനെ ഇങ്ങനെ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആക്ച്വലി അതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ബ്രൈഡ്സ് ബൈ അപർണ. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അല്ല അങ്ങനെയല്ല, ഇപ്പം നമ്മൾ അതിന്റെ ഒരു ഇത് കൊടുത്തില്ല. പ്രശ്നമുണ്ട്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇത്ര നേരമുള്ള രാഹുൽ പറഞ്ഞല്ല കാര്യത്തോടെ എടുക്കുമ്പോൾ വരുന്നത്. നമ്മൾ ചില്ലാവ്, റിലാക്സ് ആവും. ഞാൻ ഇറക്കും, ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചില്ലല്ലേ, പ്രശ്നമില്ലല്ലോ. വൈ അപർണ ചൂസ് ടു ബി എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് വന്ന കുറേ മെസ്സേജസ്, അപർണ എന്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതിന്റെ ചോദ്യം വരുന്നുണ്ട്, ആക്ടിങ് കരിയർ ഡ്രോപ്പ് ചെയ്യാണോ? നോ, ആക്ടിങ് കരിയർ ഡ്രോപ്പ് ചെയ്തിട്ടല്ല ഞാൻ മേക്കപ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വന്നത്. ആക്ടിങ്ങും ഞാൻ കൊണ്ടുപോകും, മേക്കപ്പും ഞാൻ കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര കഴിവാണ്. അത് ആക്ച്വലി ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു തോട്ട് വരാനുള്ള റീസൺ, ഈ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അത്രയും പാഷനേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കുറെ ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവരൊക്കെ നോക്കുന്ന സമയത്ത് നീ പെട്ടെന്ന് വേറൊരു ബിസിനസ്സിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു, നീ മേക്കപ്പ് ചെയ്യുന്നത് ഒരു വർക്കായി ചൂസ് ചെയ്യുന്നു, ഒരു പ്രൊഫഷനായി ചൂസ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ഒരു തരത്തിലും ഇത് ആക്ടിങ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിനിമ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് മാത്രമേ, ഇത് കൂടി ആഡ് ഓൺ ആവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വൈ അപർണ ചൂസ് ടു ബി എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് അപർണയുടെ കാര്യം. അത് ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മേക്കപ്പേ യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ ആകെ ഇടുന്നത് ലിപ്സ്റ്റിക് മാത്രമാണ്. പിന്നെ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടാറില്ല. ഇപ്പം കുറെ ആയിട്ട് ഞാൻ സൺസ്ക്രീൻ ഇടും. പിന്നെ ലിപ്സ്റ്റിക് എന്തായാലും ഇടും. ലിപ്സ്റ്റിക് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ഒരു എത്ര കൊല്ലമായിട്ടുണ്ടാവും അറിയില്ല. ഞാൻ കാണുന്ന മുതലുണ്ട്. നിങ്ങൾ കാണാൻ തുടങ്ങിയത് ആകെ 3 കൊല്ലം. ഞാൻ ലിപ്സ്റ്റിക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഈ ഷൂട്ട് പരിപാടിയൊക്കെ എല്ലാം കയറിയതിന് ശേഷമാണ് ആക്ച്വലി. വൈ അപർണ ചൂസ് ടു എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുക്കം ഞാൻ പറയട്ടെ, എനിക്ക് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരാളെ ഒരു ബ്രൈഡിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബാലനെ കിട്ടിയാലും ഒരുക്കി നിർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് എന്റെ നെഞ്ചത്തൊക്കെ കയറാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. പിന്നെ ഒരു പരിധി വരെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പുതിയ ഹെയർ സ്റ്റൈൽസ്, എനിക്ക് എല്ലാം പുതിയത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്നിൽ തന്നെ ട്രൈ ചെയ്യണമെന്നില്ല, ബാക്കിയുള്ളവരിൽ ട്രൈ ചെയ്യണം.
അങ്ങനെ തന്നെ എനിക്ക് എന്തോ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. മുന്നേ ഞാൻ പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ ഏട്ടനടുത്ത് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു പതുക്കെ നോക്കാം എന്ന് പറഞ്ഞു വിട്ടു. കല്യാണത്തിന് ശേഷവും പറഞ്ഞു. ഇതിന് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന്, പ്രൊഡക്ട്സ് ഒക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ക്ലാരിറ്റി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പഠിക്കണം, ബാക്കിൽ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് ചെയ്യാൻ ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയറും പ്ലസ് ഇതൊരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റ് ആയിട്ട് ആൾ കൂടെ വിടേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാനിതിൽ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ, അമ്മൂന് നല്ലൊരു ആവശ്യമില്ലാത്തൊരു പെർഫെക്ഷൻസ് ഉണ്ട്, ഓവറായിട്ട് വരുന്ന സാധനമുണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെ പ്ലസ് ആർട്ടിസ്റ്റ് വരക്കും, അത് ആർട്ടിസ്റ്റ് ഇൻ ദ സെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, വരക്കും, ചിത്രം വരക്കും, കളർ ചെയ്യാനൊക്കെ അറിയാം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നോർമലി നോക്കുന്ന സമയത്ത് അവൾക്കൊരു ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ അതിൻ്റെ അകത്ത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് അവിടെ കുറച്ച് ഹൈ ആയിട്ടുണ്ട് കളർ, കുറച്ച് ലോ ആയിട്ടുണ്ട് കളർ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ച് പ്രാവശ്യം വാച്ച് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി പരിപാടി നടക്കും, ഇത് കയ്യിൽ നിൽക്കുന്ന പരിപാടിയാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോംപ്ലിമെന്റ്. നീ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ഒരു കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രശ്നമില്ല, ഓളായിരിക്കും വിചാരിക്കണം. പിന്നെ അപ്പം അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. ഇന്ന കാരണം കൊണ്ട് എന്നൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് പറ്റിയില്ല. തള്ളിക്കളഞ്ഞല്ലേ പറഞ്ഞു. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ട് കുറെ കൊല്ലായി. നമ്മളെല്ലാത്തിനും അതിന്റെ സമയം നമ്മള് മതി മടിച്ചിരുന്ന് പോയി, സംഭവം കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പം പരിപാടി സൂപ്പർ ആയിട്ട് തുടങ്ങി. അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 2-3 മാസം എടുക്കും. ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഡിസ്കഷൻ ചെയ്ത് അതുപോലെ അല്ലാട്ടത് ഇത് അല്ല, ആക്ച്വലി അതിന്റെ ബാക്കിൽ ഇതൊരു ട്രൈപോഡ്, ഈ ട്രൈപോഡ് വാങ്ങാൻ വേണ്ടിട്ട് 2-3 ആഴ്ച ഇങ്ങനെ ഇരിക്കും. ട്രൈപോഡ് പോകണം, വാങ്ങണം. അമ്മൂര് പെട്ടെന്ന് നടന്ന് വാങ്ങണം, ഇന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചക്കേക്ക് വാങ്ങണം. എന്റെ ഏട്ടൻ അങ്ങനെയല്ല, ഏട്ടൻ ഇങ്ങനെ വാങ്ങണോ വാങ്ങാലോ, വാങ്ങാന്ന് പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത് എന്ന് പറയും. മൈക്ക് വാങ്ങാൻ വേണ്ടിട്ട് ഒരു മൈക്ക് വാങ്ങാൻ എത്ര കൊല്ലെടുത്ത് പറയാം. പോട്ടെ, എല്ലാത്തിനും ഞാൻ വേണം. ഡെഡിക്കേഷൻ ഫോർ അത് ഞാൻ അങ്ങോട്ട് സംസാരിക്കണം എന്ന് വെച്ചൊരു വിഷയമാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്ത വർക്കാണത്. അമ്മ അതിൽ ആർട്ടിസ്റ്റായിരുന്നു. അല്ലാണ്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ആ മോഡല്ല. നമ്മളൊരു വർക്കായി നമ്മൾ കണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. ക്യാമറ ചെയ്തത് ശ്യാമാണ്, സ്റ്റേജ് ചെയ്ത് ഓർക്കിഡ് ഇവൻസിന്റെ ചങ്ങായി ശംഭിക്കാണ്. അപ്പം ഇവരെല്ലാവരും നമ്മുടെ ടീം ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് എളുപ്പമുള്ള പരിപാടിയായിരുന്നു. മേജർ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മന് വയറ് ഫീൽ ചെയ്യണം. അതൊരു തുണി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഫേക്കിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ അത് ഫീൽ ചെയ്യും. നമുക്കൊരു പടം പോലെ അത്ര എഫേർട്ട് എടുത്ത് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇടുക ഒന്നും പറ്റില്ല. അപ്പം ഇതെങ്ങനെയെങ്കിലും കുറച്ച് വലിപ്പം വരുത്തിക്കണം, കാണുമ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി ആയിട്ട് ഫീൽ ചെയ്യണം. അത് സ്റ്റാർട്ടിങ്ങിലേ ഇല്ലാന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഇല്ലാണ്ടാവും. അതിൻ്റെ എലമെൻ്റ് ആ ഒരു വയറിന് മുകളിൽ നിൽക്കണം. അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തു. വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആളെ വർക്കൗട്ട് ചെയ്യാൻ പിടിച്ചു വെച്ചു, ചെയ്യാതിരിക്കാൻ പിടിച്ചു വെച്ചു, വെയിറ്റ് കുറക്കാതിരിക്കിച്ചു, വയറ് തീറ്റിച്ചു, വെള്ളം കുടിപ്പിച്ചു. 63 കിലോ ഉള്ള അമ്മ 67 കിലോ വരെ എത്തിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു 61 ഞാൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് കയറിയിട്ട് അവള് 7 കിലോ വരെ കൂട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് വെയിറ്റ് കൂടിയായിരുന്നു. ഈ ഒരു ടൈമില് ഒരു 63-64 വരെ ആയായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇത് പരിപാടിക്ക് അതുവരെ എനിക്ക് അതിന്റെ അകത്ത് 67 എന്തായാലും കൂടിയല്ലോ എന്ന് വെച്ചിട്ട് എഫേർട്ട് എടുത്ത് നമ്മള് വെയിറ്റ് ലോസ് ചെയ്യാണ്ട് വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. അതിനൊരു എഫേർട്ട് എടുത്തതിന് ആർട്ടിസ്റ്റ് അമ്മൂനൊരു കയ്യടി. അല്ല, ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാ, അഭിനയം നിർത്തിയോ ആർട്ടിസ്റ്റ് നിർത്തിയോ? നമ്മള് ഈ പരിപാടിക്ക് വേണ്ടി ചാവണോ കൊല്ലണോ റെഡി. ഡെഡിക്കേഷൻ ലെവലാണ് എന്റെ. അന്നത്തെ അതിന് മുന്നേ 2 ദിവസം മുന്നേ വെള്ളം കുടിച്ച് ഞാൻ പിന്നെ അന്നത്തെ ദിവസവും ഒരു ബോട്ടിലുണ്ടാവും കയ്യില്. വെള്ളം കുടിക്കും, ഇങ്ങനെ നിൽക്കും, വെള്ളം കുടിക്കും, ഇങ്ങനെ നിൽക്കും. അയ്യോ, 2ാമത്തെ ദിവസം ആയപ്പം എനിക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. ഭയങ്കര വയറുവേദനയായിരുന്നു. മെയിനായിട്ട് ഈ വയറ് ചാടി വെച്ച് തള്ളി വെച്ച് അങ്ങനെ സ്ട്രെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ്
മോർണിംഗ് ഒരു ചെറിയൊരു സമയം കൂടി ഷൂട്ട് ഉണ്ടായിരുന്നു. അത് വരുന്ന സമയത്തേക്ക് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി. വയറ് വീർപ്പിച്ച് ഞാൻ കുറച്ച് എയർ പിടിച്ചിട്ട് ഇങ്ങനെ വയറ് വീർപ്പിച്ചാ വെച്ചോണ്ടിരുന്നത് ആ സമയത്തൊക്കെ. അപ്പം മറ്റേ എന്തായെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര പെയിൻ, മസിൽസ് ഒക്കെ ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ലേ ഫുഡ് പോയിസൺ അടിച്ച്? അതിന് മുന്നേ തന്നെയാ? അല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നീ ഫുഡ് പോയിസൺ ആയിട്ട്, ഫസ്റ്റ് എഡിറ്റിന് പോകുന്ന സമയത്ത് നീ റെസ്റ്റിലായി ഫുഡ് പോയിസൺ ആയി. അതിന് ശേഷം എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചു. ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, ക്ഷീണം, തലകറക്കം, പനി, എന്തൊക്കെയൊക്കെയോ ആയി. അതൊക്കെ എന്തുകൊണ്ടാന്ന് അറിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മള് അത്യാവശ്യം നല്ലോണം ഫുഡും കഴിച്ചു. ആ വെയിറ്റൊക്കെ കുറക്കാൻ വേണ്ടി രാവിലെ 5 മണിക്ക് ഓടാൻ വേണ്ടി മൈൻഡ് സെറ്റ് ആക്കി എണീറ്റിട്ട് പോയി. ജീന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി തന്നെയാണോ മേക്കപ്പ് ചെയ്യുന്നത്? അത് എന്റെ അടുത്ത് 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചായിരുന്നു. ഇപ്പൊ നമ്മള് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ചേച്ചിയാണോ വരുന്നേന്നുള്ള സാധനം. ഓഫ് കോഴ്സ് ഞാൻ തന്നെയാണ് വന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എക്സ്ട്രാ സോഴ്സ് ടീം അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഗസ്റ്റ് മേക്കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ആരെങ്കിലും കൂടെ കൂട്ടും, അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ മുതലാളി. നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോ നീ തന്നെ മെയിൻ. പാക്കേജ് ഡീറ്റെയിൽസ് നോർമൽ പാക്കേജ് തന്നെയാണോ? ആക്ച്വലി പാക്കേജ് ഡീറ്റെയിൽസ് ആണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വധു ബ്രൈഡ്സ് ബൈ അപർണ എന്നുള്ളതിൽ വധു നടിച്ചാൽ തന്നെ വരും. അപ്പം അതിൽ നിങ്ങൾക്ക് DM ചെയ്താൽ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പേഴ്സണലി. ഓരോ ആൾക്കാരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ആക്ച്വലി നോർമൽ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ്, മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫാണ്. ഇനി നാളെ വലിയൊരു പൈസ കിട്ടിയാലും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഈ ഒരു രീതി തന്നെ ആയിരിക്കും. കുറേ ആൾക്കാർ വണ്ടിയിലെല്ലാം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ആൾക്കാർ വണ്ടി ചോദിക്കും, നിങ്ങൾ ബസ്സിലൊക്കെ ഞാൻ പറയും, ബസ്സിൽ പോകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ആ സെൻസിൽ കാണുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ പറയുന്നത്, നമ്മളും നിങ്ങളെപ്പോലെ സാധാരണക്കാരാണ്. നിങ്ങൾ എല്ലാവരും സാധാരണക്കാരാണെന്ന് എനിക്കറിയില്ല, നമ്മൾ സാധാരണ ആൾക്കാരാണ്. അപ്പം നമ്മളീ പറയുന്ന പ്രോഗ്രാമിൻ്റെ പാക്കേജ് ഒന്നും വലിയ ഹൈ ബഡ്ജറ്റ് വലിയ പരിപാടികൾ മാത്രം ഒന്നുമല്ല. നമ്മൾ നല്ല വർക്കുകൾ ചെയ്യണം. ഇപ്പം നിങ്ങളുടെ നീഡ്സ് എന്താണെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള പാക്കേജ് ഏറ്റവും ചെറിയ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്തേക്കും. നമ്മളായതുകൊണ്ട് ചില ആൾക്കാർ വലിയ പരിപാടി ആവും എന്ന് വിചാരിച്ച് മെസ്സേജ് അയക്കാതെ മാറിപ്പോയതുണ്ട്. മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഫസ്റ്റ് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാം, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളെ ബഡ്ജറ്റ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അധികം നല്ല നമ്മൾ ലാഭമേ എടുക്കാണ്ട് ഈ പ്രോഡക്ട്സിന്റെ മാത്രം എമൗണ്ട് എടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് മാക്സിമം ലോസ് വരാത്ത രീതിയിൽ, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ലോസ് ഇല്ല എന്നുള്ള രീതിയിൽ. കാരണം നമുക്കിതൊരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് കൂടി നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുക, നമ്മുടെ ക്വാളിറ്റി എല്ലാവരും അറിയാമെന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. 100% നല്ല വർക്കുകൾ ചെയ്യുന്നതായിരിക്കും. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആരും കോൺഷ്യസ് ആവണ്ട. നെക്സ്റ്റ്, ആർ യു ഗൈസ് റിയലി പ്രഗ്നന്റ്? ഓക്കെ, കുറേ വന്ന് കമന്റിലും ഇൻബോക്സിലും എല്ലാ സാധനത്തിലും, ഈവൻ നാട്ടുകാരടക്കം ചോദിച്ച സാധനമാണ്. അത് ഏടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഏടെല്ലാം ഷൂട്ട് ചെയ്തു, ഓക്കെ, പക്ഷെ വയറ് ഞാൻ കണ്ട് ആൾക്കാർ മുഴുവൻ ജഡ്ജ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റാന്ന് അറിയാം. അവർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതിനുത്തരം റൈറ്റ് നൗ വി ആർ നോട്ട് പ്രഗ്നന്റ്. അല്ല, നമ്മള് പ്രഗ്നന്റ് അല്ല. അത് കണ്ടന്റ് എന്റെ വകയായിരുന്നു, എന്റെ പുതിയ ഐഡിയ ആയിരുന്നു. നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ചെയ്താലോ എന്നുള്ള സാധനം അത് ഏട്ടൻ വർക്ക് ചെയ്തു, ഇങ്ങനത്തെ ഒരു രൂപത്തിലാക്കി. ഞാൻ ഒരു സാധനം പറയട്ടെ. നമ്മള് കുറെ നമുക്ക് വന്ന മെസ്സേജസ്, കൺഗ്രാറ്റ്സ് പറയാൻ വന്നായിരുന്നു, നമ്മൾ അഭിനന്ദിക്കാൻ വന്നായിരുന്നു, ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യാൻ വന്നായിരുന്നു. ലാസ്റ്റ് വരെ കണ്ടുകൊണ്ട് നന്നായി ഫണ്ണായിട്ട് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് കൺഗ്രാറ്റ്സ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഈ രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും റെസ്പോണ്ട് ചെയ്തതും അവരാരെയും പ്രതീക്ഷ നൽകി വഞ്ചിക്കണം ആഗ്രഹിച്ച് ചെയ്തായിരുന്നല്ല. ഇതിന്റെ ഐഡിയ മാസ്റ്റർ ബ്രെയിൻ നമ്മൂന്റെ. ഇത്ര ഇങ്ങനെ പോകുന്നത് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ. അത് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മാരീഡ് ഇത്ര കാലം എന്നുള്ളത് നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം നമ്മളൊരു ബ്രൈഡൽ ലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻസേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത എന്നുള്ള രീതിയിൽ എന്താണെന്ന് ചുമ്മാ ആലോചിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ് പ്രഗ്നന്റ് ആയി ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു.
ആ ഒരു കോൺസെപ്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്തൊരു ഫൺ എലമെന്റ് എനിക്ക് കിട്ടി. അത് വെച്ച് നമ്മൾ വർക്ക് ചെയ്തു, നമ്മൾ ഔട്ട് എടുത്തു. ആരെയും പ്രതീക്ഷ നൽകി പറ്റിച്ചതല്ല. ഇനി ഇതോടെ ഈ ഒരു topic നമ്മള് വിട്ട് ഈ ഒരു കണ്ടന്റ് നമ്മൾ നിർത്തി. ഇനി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങള് പ്രഗ്നന്റ് ആണെന്ന് പറയാം. അല്ലാതെ ചിലപ്പോൾ അത് പറഞ്ഞ പോലെ ഇനി കണ്ടന്റ് ഇല്ല, ഇനി വരുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഐ മീൻ റീൽ പ്രൊമോഷൻ അങ്ങനെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. നമ്മൾ വ്ളോഗായിട്ട് അങ്ങനത്തെ നമ്മളെ പേഴ്സണൽ സ്ഥലത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ രീതിയിലായിരിക്കില്ല. കാരണം നിങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ മൊമെന്റ് ആഗ്രഹിക്കുന്നത് മനസ്സിലായി നല്ലോണം. സം റാൻഡം മെസ്സേജസ് അബൌട്ട് ഡിലേയിങ് പ്രഗ്നൻസി. ആക്ച്വലി ഞാൻ പറയണോ നീ പറയണോ? എന്താണ് ഡിലേയിങ് പ്രഗ്നൻസി? ഏട്ടൻ തുടങ്ങി, ഞാൻ കൂടെ പിടിച്ചോളാം. കട്ട കൂടിച്ചോളാം. ചോദ്യം ചോദിച്ചോടുള്ള ഫുൾ റെസ്പെക്റ്റിൽ പറയാം, ഡിലേയിങ് പ്രഗ്നൻസി അല്ല. അതായത് ഇൻ ദ സെൻസ് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ഡിലേ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ. പഠിച്ചു കഴിഞ്ഞാലല്ലേ ജോലിക്ക് പോകാൻ വേണ്ടി നോർമൽ ഒരാൾ ചിന്തിക്കുള്ളൂ. അതുപോലെ ഫാമിലി മാരീഡായി ജോലിക്ക് വേണ്ടിയോ കരിയറിന് വേണ്ടിയിട്ടോ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ ഇന്നൊരു ഒരു ടൈം പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് മതി, അങ്ങനെ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് മതി, ഒരു 3 വർഷം കഴിയട്ടെ 4 വർഷം കഴിയട്ടെ, അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. ആക്ച്വലി ഇപ്പം കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സിന് വേണ്ടി വെച്ചൊരു സമയം. അപ്പൊ ആ സമയം ഇതിങ്ങനെ പോകണം എന്നുള്ളതുകൊണ്ട്, അല്ലാതെ വേണ്ടാന്ന് വെച്ചിട്ടോ ഡീൽ ചെയ്യുന്നതോ ഒന്നല്ല, ആയിട്ടില്ല. അത് അതിൻ്റെതായ സമയത്ത് നടക്കും. നെക്സ്റ്റ് സീരീസ് ഷോർട്ട് ഫിലിംസ് വിത്ത് യു ഗൈസ് ബോത്ത്. ഒന്നും ആക്ച്വലി കമ്മിറ്റ് ചെയ്ത വർക്കുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത വർക്കുകളില്ല, കമ്മിറ്റ് ചെയ്തിട്ടുള്ള. അല്ലാണ്ട് ഇപ്പം റിലീസ് ചെയ്യാനുള്ളതൊന്നുമില്ല. ഇനി ഓൾമോസ്റ്റ് എല്ലാം റിലീസായി എന്നാണ് തോന്നുന്നത് അല്ലേ? ഓൾമോസ്റ്റ് റിലീസ് ആയിരുന്നു. നമ്മൾ ഒന്നിച്ചൊരു വർക്ക് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും കുറച്ച് കാലങ്ങളായി. ഒന്നിക്കല് അമ്മ വേറെ ഞാൻ വേറെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, വർക്ക് നമ്മളായി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നടക്കും. നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പം ബ്രൈഡൽ മേക്കപ്പ് പോലെ നമുക്ക് ആഗ്രഹമുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്തു തീർക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലി ഇതൊക്കെയാണ് വധു എന്ന് പറയുന്ന ബ്രൈഡ്സ് പേ അപർണ എന്ന് പറയുന്ന നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പിന്റെ വിശേഷങ്ങൾ, നമ്മുടെ ഇപ്പൊ കറന്റ് ഉള്ള വിശേഷങ്ങൾ. അത് മതി. പിന്നെ കുറെ ഇങ്ങനെ ചെറിയ ചെറിയ ചോദ്യം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി കുറെ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും കൂടി ഒരു ഐഡിയ വേണ്ട എന്താ സംഭവം, അതുകൊണ്ടാണ് യൂട്യൂബിലും കൂടി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. കുറച്ച് ബീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞില്ല, പരിപാടി നടത്തിയിട്ട് അറിയിച്ചില്ല എല്ലാം പറഞ്ഞ് സംസാരിച്ച ആൾക്കാരുണ്ട്. കുറെ നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ അവര് വരുന്ന സമയത്ത് സ്റ്റേജ് അത് കോമഡി ആയിരുന്നു. ഇവിടെ സ്റ്റേജ് ഇട്ടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ മറ്റേ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, വളകാപ്പിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ കുറച്ച് ബീറ്റേഴ്സ് ഉണ്ട്. അത് ഇടുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാന്ന് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം ഈ റോഡ് സൈഡാണല്ലോ, അപ്പം റോഡിലൂടെ കുറെ ആൾക്കാർ പോയതിൽ അവരിത് കണ്ടിട്ട് അമ്മേനെ അച്ഛനെ വിളിച്ചു. പിന്നെ റീല് റിലീസായതിനു ശേഷം കണ്ടമാൻ എല്ലാവർക്കും ത്രൂ ഔട്ട് കോളായിരുന്നു. എന്തുകൊണ്ട് വിളിച്ചില്ല, എന്തുകൊണ്ട് അറിയിച്ചില്ല, 7ാം മാസത്തിലാണോ നമ്മളോട് പറയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ഒന്നുകൂടി എന്നോട് പറയാം. അവരോട് പറയുന്ന പോലെ അവർ കേൾക്കുന്ന രീതി പറയാം. ഒരു കൂട്ടുകാരൻ, പേര് ഞാൻ പറയുന്നില്ല, കൂട്ടുകാരൻ എനിക്ക് മെസ്സേജ് അയച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല, നീ മൊത്തം കണ്ടിട്ട് വാ. നീ എന്നെ പറ്റിയെന്ന് വിചാരിച്ചാൽ ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ട് നിന്നോട് സംസാരിക്കുന്നത്. എത്ര മാസമായി? അപ്പം ഞാൻ കുറച്ചേരം ഇങ്ങനെ നിന്ന് ഞാൻ ഇനി ഉദ്ദേശിച്ച സാധനം വർക്കായില്ലേ, ഇവർക്ക് കാര്യം മനസ്സിലായില്ലേ. ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ച ആൾക്കാരുണ്ട്. അതായത് അത് ത്രൂ ഔട്ട് കണ്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഒരു പ്രഗ്നന്റ് ആയ ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് കൂടി ചെയ്ത് ഒരു ന്യൂസ് പോയി. ശരിക്കും പ്രഗ്നന്റ് ആയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള സാധനത്തിലാണ് പോയത്. പിന്നെ വിളിച്ച് എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞില്ല. അതിന്റെ 3ാമത്തെ ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി. ഒരാഴ്ച നിൽക്കാൻ വേണ്ടി 3ാമത്തെ ദിവസം പിറ്റേന്നെങ്ങാനും ഞാൻ പിറ്റേന്നല്ലേ പോയത്. അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ വീട്ടിൽ നിൽക്കാനും കൂടി പോയി. നമ്മ വീട്ടിൽ പോയ സ്പൈഡർമാനാ. അത് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോ എല്ലാരും ഫിക്സ് ചെയ്തു.
കാരണം വളകാപ്പും കഴിഞ്ഞ് ഓളെ വീട്ടില് 7-ാം മാസം നിക്കാൻ പോയി അമ്മു അടുത്തൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിക്കാൻ പോയില്ല വീട്ടില്. നമ്മളിപ്പം അമ്മ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് പോവും, കാര്യങ്ങൾ അന്വേഷിക്കും, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. കുറച്ച് ചില ദിവസം 1-2 ദിവസം നിൽക്കും, തിരിച്ചു വരും. ആ ഒരു മോഡലാണ്ട് കണ്ടിന്യൂസ് ആയ ഒരു 5-6 ദിവസം 7 ദിവസോ 8 ദിവസോ ഇപ്പൊ നിന്നത് 7 ദിവസം. 8 ഞായറാഴ്ച പോയിട്ട് തിങ്കളാഴ്ച വന്നു. അപ്പൊ 8 അല്ലേ? ഞായറാഴ്ച 7 ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 7. അപ്പൊ തിങ്കളാഴ്ച അല്ലേ വന്നേ? തിങ്കളാഴ്ച വന്നില്ലേ? ഞായറാഴ്ച വൈകുന്നേരം പോയിട്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, പോയ ദിവസം എണ്ണിയാ? പോയ ദിവസമല്ലല്ലോ, പിറ്റേ ദിവസത്തേക്കല്ലേ ഒരു ദിവസം. പിറ്റേ ഒരു ദിവസം ആയിട്ടാണെന്നുള്ളൂ. അപ്പൊ തിങ്കളാഴ്ചക്ക് ഒരു ദിവസം, ചൊവ്വാഴ്ചക്ക് 2 ദിവസം, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച വൈകുന്നേരല്ലേ വന്നേ? അപ്പൊ തിങ്കളാഴ്ചത്തേക്ക് 8 ദിവസം. അപ്പൊ എനിക്കൊരു വിരലില്ലേ? തിങ്കൾ അല്ല, ഞായറാഴ്ച വൈകുന്നേരം പോയി, തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോ ഒരു ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച ഉച്ചക്ക് വന്നാ. അയ്യോ, ഞാൻ കണ്ടില്ല. ഞാൻ അന്ന് ഇവിടുന്ന് പണിയെടുക്കുന്ന സമയത്ത് മേല സൂര്യനെല്ലാം ഇങ്ങനെ പോയി ഇരുടൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയം. ഉച്ചക്ക് സൂര്യൻ വന്ന്. എത്ര ദിവസമായാലും സ്വന്തം വീട്ടിൽ നിന്ന് അമ്മേന്റെ അടുത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ കൊണ്ടൊരു കാര്യം എന്താ അറിയോ, ഞാൻ പറയൂല, ഞാൻ കണക്ക് പറയലില്ല. പക്ഷെ ഇവള് പറയുന്ന സമയത്ത് ഇവള് വേണം, ഈ വീട്ടിൽ ഇവള് വേണം. അപ്പൊ അച്ഛൻ ഒരു 7 ദിവസം പോയി നിന്ന് അച്ഛൻ ഒരു 9 ദിവസം പോയി നിന്ന് പറയും. ഇവളൊരു 5 ദിവസം നിന്ന് പറയും, അമ്മ ഒരു 12 ദിവസം നിന്ന് പറയും. ഞാൻ ഈ കണക്കൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവർ എണ്ണുമ്പോൾ കറക്റ്റ് ദിവസമായിരിക്കും, പക്ഷെ എണ്ണി കഴിഞ്ഞാൽ ഡേറ്റ് മാറും. എന്തൊരു കഴിവല്ലേ നിങ്ങൾക്ക്? അല്ല, അത് കുറച്ച് ദിവസം ഞാൻ പോയി നിന്ന വീട്ടില്. എന്താ പ്രശ്നം? അപ്പം 8 ദിവസം പോയി നിന്നു. 8 ദിവസം പോയി നിന്നിട്ട് നിന്നുകൊണ്ട് എല്ലാ ആൾക്കാരും കുറെ നാളായിട്ട് അങ്ങനെ നിൽക്കാനും പോക്കില്ല. ഇത് എന്നെ വിട്ടിട്ട് അങ്ങനെ പോവില്ല. അപ്പൊ അങ്ങനെ പോയത് കൊണ്ട് മാത്രമല്ല എന്നെ വിട്ട് പോവില്ല. ഇത് എന്നെ വിട്ട് പോവില്ല, ആരും എന്നെ വിട്ട് പോവില്ല. അത് എല്ലാവർക്കും എന്നെ വേണോ? സ്നേഹം കൂടിയാലും പ്രശ്നമാണ്. അങ്ങനൊന്നുമല്ല, നമ്മള് മറ്റേ പൊങ്ങാച്ചടീനെ വിചാരിക്കും. അത് കണ്ടാ മനസ്സിലാവും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ആൾക്കാർക്കും. ഒരു തരത്തിലും കുറച്ചധികം വ്ലോഗ് നമുക്ക് ഫാമിലി ആയിട്ടുള്ള വ്ലോഗ് ഇടാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാ നടക്കണേ. വെറുതെ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ അതാ പ്രശ്നം. ഫാമിലി ആയിട്ട് വ്ലോഗ് ഇടാൻ പറ്റാത്ത റീസൺ ഇതാ. നമ്മൾ മറന്നു ഈ വ്ലോഗിന്റെ കാര്യം. നമ്മളെല്ലാരും കൂടി അങ്ങ് അടിപ്പാടി ജോലിയായിട്ടുള്ള നമ്മള് കച്ചറ പുച്ചറ വർത്താനം എന്തെല്ലാന്ന് പറയാന്നറിയാ. എന്റെ പച്ചനെ ഞാൻ അമ്മുയി ഇവിടെ തുടങ്ങും. ഇവിടെ സംസാരിച്ചു തുടങ്ങിയിട്ട് അവിടെ എത്തും. ഇവിടത്തെ സംസാരം കേട്ടിട്ട് ഒരാൾ അടുക്കളയിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് പാകിസ്ഥാനിൽ നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ഫാമിലി മാറ്ററല്ല സംസാരിക്കുന്നത്, എന്നാലും ഇതും കൂടി ഇരുന്നോട്ട് നമ്മൾ ചർച്ച ചെയ്യും. നമ്മളൊരു വിഷയം ചർച്ച ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും ജസ്റ്റ് ഒരു പാല് വാങ്ങാൻ പോകുന്നതിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ എനിക്ക് 2-3 പോയിന്റ്സ് പറയാനുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് തിരിയുമ്പോഴേക്ക് ഇവര് പാല് വാങ്ങുന്നത് കഴിഞ്ഞ് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അപ്പൂപ്പനും മറ്റേ വാഴ നട്ട എല്ലാവർക്കും പറയുന്നുണ്ടാവുക. ഇങ്ങ് പോവും, ഒന്നിക്ക് ഇങ്ങ് പോവും അല്ലെങ്കിൽ അങ്ങ് പോവും. എന്തായാലും നിന്നെടുത്ത് വെക്കൂല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പാലും മേടിച്ചിട്ട് വാഴ നട്ടാൻ പോയി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പാലും വാഴയും അത്ര നല്ല കോമ്പിനേഷൻ അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ 8 ദിവസം കണ്ടിന്യൂസ് അമ്മ നിൽക്കാൻ പോയോണ്ട് എല്ലാരും ഫിക്സ് ചെയ്ത് അമ്മ 7-ാം മാസം പ്രഗ്നന്റ് ആയി നിൽക്കാൻ വേണ്ടി. കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. എല്ലാരും വിളി വന്നു, എല്ലാരും ചീത്ത പറഞ്ഞു, പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് എല്ലാരും പണിപ്പോയി. നമ്മള് കുറച്ച് അധികം ഓർത്തഡോക്സ് സിസ്റ്റം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചെയ്തതിന് കുറച്ച് വഴക്കം കിട്ടും. നമ്മള് അത് സഹിക്കാൻ പറ്റാത്ത നമ്മൾ BTS ഇട്ടു. അത് വർക്കായില്ല, അതാരും മനസ്സിലാക്കിയില്ല. എന്ത് ചെയ്യാൻ? അപ്പൊ ഈ വ്ളോഗിൽ എല്ലാരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, നമ്മള് പ്രഗ്നന്റ് അല്ല. നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പം ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്തേ ഉള്ളൂ. ഇത്രയും വലിയ സംഭവമായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ അറിവില്ലായ്മ കാരണം ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തുപോയി. അപ്പൊ എല്ലാരും എന്നോട് ക്ഷമിക്കും. ആക്ച്വലി ഇതാണ് നമ്മുടെ വധു. നെക്സ്റ്റ് ടൈം സെറ്റ് ആകാം. ഇതേ സെറ്റാ അല്ല, നമ്മളങ്ങനെ നെഗറ്റീവ് പ്രൊമോഷൻസോ അല്ലെങ്കിൽ കള്ളത്തരം പറയലോ ഒന്നുമല്ലല്ലോ. നമ്മുടെ ആഡായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത കോൺസെപ്റ്റാണ് അത്. ഇതേപോലത്തെ ഒരു കോമൺ റീലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു ജെനുവിനിറ്റി വരാത്ത രീതിയിലാണ് അത് ഷൂട്ടും ചെയ്തിട്ടില്ല. ഭയങ്കര നാച്ചുറൽ ആയ ഒരു മൂഡിലേക്ക് അത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം മൊത്തത്തിൽ ആൾക്കാർക്കൊക്കെ വർക്കായി നിറഞ്ഞതിൽ സന്തോഷം. 1 മില്യൺ വ്യൂസ് കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുന്നു. റെസ്പോൺസ് ഉണ്ട്, നല്ല എൻക്വയറീസ് ഉണ്ട്, അതും പൊട്ടിച്ചു.
അതെന്താ ആവാത്തെ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. ഇത് പോയിന്നാ തോന്നുന്നല്ല, കളഞ്ഞു പറ. ഇങ്ങനെയാ പറയാ. ഞാൻ എന്തെങ്കിലും ഒന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ നശിപ്പിച്ചെന്ന് പറയുന്നു. ഇനി അടുത്ത വ്ലോഗ് കുറച്ച് കാലങ്ങളെയും ട്രൈപ്പോഡ് പിന്നെ പഞ്ചാബി ഹൗസ് ഡയലോഗ് ഈ പൊട്ടം തൊട്ടാ കാശ് നോക്കാനുള്ള. പോയെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ബൈ ദ ബൈ. ഇതേപോലെ ഇങ്ങനെ വ്ളോഗ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇത് ഇടുമെന്ന് എനിക്കറിയാം. ഇതിപ്പം ഒരു ഇപ്പൊ പോണല്ലോ പടപടാന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ സാധനം ഞാൻ കേട്ടു. പിന്നെ അതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് അടുത്ത വീഡിയോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വരും, എന്തെങ്കിലും വരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. വധു എന്നുള്ളതിൽ DM ചെയ്യണം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം കൂടി, എൻ്റെ ഒഫീഷ്യൽ പേജിൽ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പം ഒഫീഷ്യൽ പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നല്ലത് വധു എന്നുള്ള പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യായിരുന്നെങ്കിൽ, DM ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം എനിക്ക് പേഴ്സണൽ മെസ്സേജസും ഇതും കൂടി മിക്സപ്പ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നു. എന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ. ഇപ്പം ആ പേജ് കൂടുതലും നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത് മേക്കപ്പിന്റെ കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ സ്റ്റേജിന്റെതും അങ്ങനെയുള്ള കാര്യങ്ങളും ക്യാമറ എല്ലാം നമ്മളതിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഫോക്കസ്ഡ് മൊത്തം മേക്കപ്പാ. ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് മേക്കപ്പിന്റെ ആണല്ലേ, അപ്പൊ നിങ്ങളുടെ ഇവന്റിന്റെ പേജ് വധുവാണ് നമ്മുടെ കമ്പനി. അപ്പൊ ആ പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഇവന്റ് എൻക്വയറി ചെയ്യാം. ക്യാമറ, ഫുഡിന്റെ വേണമെങ്കിൽ ഫുഡ്, അത് ഇപ്പൊ നമ്മളൊരു സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറന്റ് ഇപ്പം കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വൈഡറായിട്ട് നമ്മൾ സോഴ്സ്ഡ് ആണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻക്വയറി ചെയ്യാൻ വേണ്ടി വധു എന്നുള്ളൊരു പേജ്, അത് VADHUH സംസ്കൃത വേർഡാണ് വധുയുടെ. പിന്നെ ആക്ച്വലി അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കാം. അപ്പം അതിൽ മെസ്സേജ് അയച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ട് ആയിരുന്നു. അത്രേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, പറ്റുന്ന പോലെ ചെയ്താൽ മതി. പറ്റും, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ചെയ്യാം, നമുക്ക് വേണമെന്ന് നമ്മൾ ചെയ്യാം. അപ്പം ഓൾ ദി ബെസ്റ്റ് നമുക്ക്. അപ്പം എല്ലാവർക്കും എല്ലാം പറഞ്ഞ പോലെ അതിൻ്റെ പേട്ട് ഇപ്പം ഫുഡ് കഴിക്കാൻ വരാനായി അച്ഛൻ. അപ്പം ഫുഡ് കഴിക്കാൻ വിളിച്ചില്ല. ഇനി ഫുഡ് കഴിക്കാൻ വിളിച്ചില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് അടക്കറിയും. സമയം അറിഞ്ഞിട്ട് എനിക്ക് വിളിച്ചൂടെ? അച്ഛൻ വിശപ്പൊന്നും അറിയില്ല, അച്ഛൻ ഇങ്ങനെ നിൽക്കും. അച്ഛൻ അങ്ങോട്ട് വിളിച്ചിട്ട് അച്ഛന് വിശക്കുന്നുണ്ട് വാ തിന്നാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ നമ്മളെ ചീത്ത അറിയും. ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് നിലമ്പത്. ഇത്ര സമയമായ വിശക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? അത് അച്ഛനങ്ങ് മനസ്സിലാക്കിയാൽ പോരെ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. ഞാൻ ആദ്യം വിചാരിക്കും, ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്നാണ് അപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്നത്. പിന്നെ ഇവരെ സംഭവം മനസ്സിലായി, ഇവരൊക്കെ ഇങ്ങനെയാണെന്ന്. ഇതേപോലെ ഏട്ടനുണ്ട്, അപ്പൂനുണ്ട്, അമ്മക്കുണ്ട്. ഓരോരുത്തർക്കും ഓരോ വേണ്ട ഓരോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പുറത്തുനിന്ന് വന്നോണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല പറഞ്ഞാൽ. നാലാൾക്കും ഇവരുടെ പ്രശ്നം മനസ്സിലാവും. പുറത്തുനിന്നുള്ള ആൾ വന്നതുകൊണ്ട് 5 ആളുണ്ട്. 5 ആൾക്കും പ്രത്യേകതരം കഴിവുകളാണ്. 5 ആൾക്കാരും പ്രത്യേക. ഇത് ഏറ്റവും കൂടുതൽ കഴിവ് ഒരുപാടുള്ളത് ഏറെയുള്ളത് എനിക്കാണ്. അംഗീകരിച്ചല്ലോ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? കഴിവേറി. ഓക്കെ ബൈ.